പാർലമെന്റിന്റെ ആളില്ലാത്തവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ജയ് വിളിക്കേണ്ടതല്ലേ ഞങ്ങൾ? പിന്നെ ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ജയ് വിളിക്കേണ്ടത്? കാരണം ഞങ്ങളുടെ ഈ പ്രശ്നം ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് ഇപ്പൊ BJP സർക്കാർ തന്നെയാണ്. രണ്ട് വള്ളത്തെ ചവിട്ടി കവകീറി നടക്കുക ഇടതിനും വലതിനും കൂടി. ഇപ്പൊ ഷോൺ ജോർജിനെ തെറി പറഞ്ഞ് പ്രാന്ത് പിടിച്ച് നടക്കുക. ഇരട്ടത്താപ്പ് കളിച്ച സ്ഥലം മാറിപ്പോയി. മുനമ്പൻ ജനത തന്തയ്ക്ക് പുറന്ന ചുണക്കുട്ടികളാണ്. കാശ്മീർ പണ്ഡിറ്റുകളെ ഇറക്കി വിട്ടതുപോലെ വഖഫിന്റെ പേരിൽ മുനമ്പൻ ജനതയെ പറ്റിക്കാവുന്ന കരുതിയോ? കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി തന്നെ തകർത്ത മുനമ്പം ക്രൈസ്തവനെയും ഹൈന്ദവനെയും പാവം മുസ്ലിങ്ങളെയും പറ്റിക്കാൻ നോക്കിയതാ. ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യമെല്ലാം മനസ്സിലായി കഴിഞ്ഞു. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ലാത്തൊരു കഥ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് പാവങ്ങളുടെ ഭൂമി തട്ടെടുക്കാൻ. രാജ്യസ്നേഹികളായ രാഷ്ട്രീയക്കാർ ഇടപെട്ടതുകൊണ്ട് വഖഫ് എടുത്ത് കടലിലെറിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഓരോ പുതിയ കുത്തിത്തീർപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുക. മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി പാർലമെന്റിൽ അലറി വിളിക്കാൻ ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ, സുരേഷ് ഗോപി. ഈ മുനമ്പം പ്രശ്നം ശരിയായ സമയത്ത് കേന്ദ്രത്തിൽ എത്തിച്ചത് ഷോൺ ജോർജാണ്. ചങ്കുറപ്പോടുകൂടി അവസാനം വരെ അവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർജി. നമ്മുടെ രാജ്യം കാക്കാൻ ശക്തനായ ഒരു പ്രധാനമന്ത്രിയും ടീമുമുണ്ട്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കാൻ കേരളത്തെ അനുവദിക്കത്തില്ല. കേരളം ഇന്ത്യയിൽ തന്നെ ആണെന്നുള്ളൊരു ഓർമ്മ വേണം. വികസിത കേരളമാണ് ജനങ്ങൾ സ്വപ്നം കാണുന്നത്.